ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പാർട്ട്നേഴ്സ് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത്, വഴക്കിടുന്ന സമയത്ത് ആ ഒരു ഫൈറ്റ് ഹെൽത്തി ആകണമെന്നുണ്ടെങ്കിൽ അത് റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഇമോഷണലി ഡാമേജ് ആകാനും പാടില്ല. അങ്ങനെ നമുക്ക് പോസിബിൾ ആകണം എന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാം. 1, എക്സ്ട്രീംലി ഹേർട്ട്ഫുൾ ആയിട്ടുള്ള വേർഡ്സ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അത്രയധികം വിഷമിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതാണ് ആദ്യമായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യം. ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് അത് ഓക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതൊരു സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് റെസ്പെക്ട്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയധികം വിഷമിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എക്സ്ട്രീംലി ഹേർട്ട്ഫുൾ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, നീ എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫ് ഇത്രയും വേഴ്സ് ആയത്, അല്ലെങ്കിൽ ഇത്രയധികം മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഒരു ബാഡ് ലക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇങ്ങനെയൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അത്രയധികം വിഷമിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമതായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യം. ഒരു ഫൈറ്റ് ഹെൽത്തി ആകണം, റെസ്പെക്ട്ഫുൾ ആകണം എന്നുണ്ടെങ്കിൽ. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം. അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആക്കാൻ സാധിക്കും എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ്, ഓൾറെഡി നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് സോൾവ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് ആയിരിക്കും. പക്ഷേ അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കി, അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും സംസാരിച്ച് സോൾവ് ചെയ്ത കാര്യങ്ങളാണ്, പക്ഷെ വീണ്ടും അത് സോൾവ് ചെയ്തിട്ടില്ല എന്ന രീതിയിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമതായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യം. ഇങ്ങനെ നമ്മൾ നിരന്തരം ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാത്തതുണ്ട്, അല്ലെങ്കിൽ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് മാത്രമാണ് നമുക്കിടയിൽ നിലനിൽക്കുന്നത് എന്നുള്ളൊരു തോന്നല് അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. അങ്ങനെയാകുന്ന സമയത്ത് കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ടല്ല പോകുന്നത്, അല്ലെങ്കിൽ ഒന്നും ഓക്കെ ആയിട്ടല്ല പോകുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാകും. ഇത് ഒഴിവാക്കണം. ആ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആകണം എന്നുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും വീണ്ടും സോൾവ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ മുൻപ് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും എടുത്തിടാതെ നിലവിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഫൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണോ നിലവിലെ കറന്റ് പോയിന്റ് എന്താണോ അതിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ്, നിങ്ങൾ അത്രയധികം ദേഷ്യപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്രയധികം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സ്വാഭാവികമായിട്ടുള്ളൊരു ദേഷ്യത്തിൽ കവിഞ്ഞ് വളരെയധികം ദേഷ്യത്തിലാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു വേർഡ്, അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രോളിൽ അല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പറയുന്നത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അതിന് സാധിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ആങ്കറിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ അത്രയധികം ദേഷ്യത്തിലാണ്, ഇമോഷൻസ് പീക്ക് ലെവലിലാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ വഴക്കിടുന്നത് ഒന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ വഴക്കിടാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. ഒന്ന് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അത്രയധികം വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളോ പ്രവൃത്തികളോ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രയധികം ഇമോഷൻസ് പീക്ക് ലെവലിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വഴക്കിടരുത്, പകരം പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് ഫൈനലി, സർക്കാസ്റ്റിക്കലി നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതൊരു ടീസിങ് ആണ് എന്ന ലെവലിലൊക്കെ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് സ്റ്റോപ്പ് ചെയ്യേണ്ട മറ്റൊരു കാര്യം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പാർട്ട്ണർ കുറച്ച് മറവിയുള്ള ഒരു കൂട്ടത്തിലാണെന്ന് വിചാരിക്കുക. അതായത് എപ്പോഴും എല്ലാ കാര്യങ്ങളും പറയുന്ന അത്രയധികം ഓർമ്മയിൽ വെക്കുന്ന ഒരാളല്ല. പക്ഷെ നിങ്ങൾ പറയാണ്, നിന്നോട് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, നീ അത് ഓർക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് നിന്നോട് പറഞ്ഞില്ല. അല്ലെങ്കിൽ ആരോടാ ഈ പറയുന്നത്, ഒന്നും പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലുണ്ടാവില്ല, വെറുതെയാണ് പറയുന്നത്, ടൈം വേസ്റ്റ് ആണ്. ഇങ്ങനെയൊക്കെ സർക്കാസ്റ്റിക്കലി ആയിരിക്കാം നിങ്ങൾ പറയുന്നത്, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇമോഷണൽ ഡാമേജ് ആണ്. അവരുടെ ഉള്ളിൽ തന്നെ ഒരു ഗിൽട്ട് അല്ലെങ്കിൽ ഒരു ഷെയിം വളരാനുള്ള സാധ്യത കൂടുതലാണ്. സോ പാർട്ട്ണറുമായിട്ട് വഴക്കുണ്ടാവുന്ന സമയത്ത് അതൊരു ഹെൽത്തി വേയിലായിരിക്കണം, അതുപോലെ തന്നെ റെസ്പെക്ട്ഫുൾ ആയിരിക്കണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അത്രയധികം ഇമോഷണലി ബാധിക്കാനും പാടില്ല. ഇങ്ങനെ ഒരു ഗോൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള 4 കാര്യങ്ങളാണ് പറഞ്ഞത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിവേസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.